ഹായ്, ഞാൻ ഐശ്വര്യ. ഇന്ന് ഞാനും അപ്പൂട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. കാഞ്ഞങ്ങാടുള്ള അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പൂട്ടൻ്റെ തലയിൽ ചെറുതായിട്ടൊരു ചെരിവുള്ളതുകൊണ്ട് അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, അത് ശരിയായിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ആദ്യം പനി ചുമ കഫക്കെട്ടൊക്കെ വന്നപ്പോൾ അഡ്മിറ്റായ ഈ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായത്. അപ്പം ആ സമയത്ത് വാങ്ങിച്ച തൊട്ടിലാട്ടോ ഇത്. ഫസ്റ്റ് ഇവനാണ് കിടന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ആ ഒരു ഓർമ്മയും അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് തൊട്ടിലെവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ വന്ന് കൊച്ചിനെ കിടത്തിയതാണ്. കിടന്ന് പരിചയമുള്ളതുകൊണ്ടായിരിക്കണം ഇപ്പോൾ കിടത്തിയപ്പോഴാണെങ്കിൽ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കളി തന്നെയായിരുന്നു. വളരെ നല്ലൊരു ഹോസ്പിറ്റലാണ് കാഞ്ഞങ്ങാടുള്ള അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും നേഴ്സാണെങ്കിലും മറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നല്ലൊരു സ്നേഹവും നല്ല ഒരു കരുതലും കാര്യങ്ങളുമാണ് എനിക്ക് അന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അവിടെ തന്നെയാണ് കൊച്ചിനെ കാണിക്കുന്നത്. വേറെ എവിടെയും ഞാൻ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി പോവാറില്ല. അത്രയ്ക്ക് നന്നായിട്ട് അവർ നോക്കും, കുഞ്ഞുങ്ങളെയൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് അവർ നോക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയേ ഇല്ല. കുഞ്ഞിന് വെയിറ്റ് 7.5 ഉണ്ട്. അതൊക്കെ നോക്കി കുറച്ച് നേരം കൊച്ചിനെ തൊട്ടിലിട്ടാട്ടി. അതിനുശേഷം ഞാനും കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങി ഏട്ടൻ്റെ കൂടെ പോരുകയാണ് ചെയ്തത്. ഏട്ടൻ അപ്പോൾ കൂട്ടാൻ വേണ്ടി വന്നിരുന്നു. വിളിച്ചായിരുന്നു, കാഞ്ഞങ്ങാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ കൂട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ ബൈക്കിൽ ഞാനും ഏട്ടനും അപ്പവും കൂടിയിട്ട് പോന്നു കേട്ടോ. അപ്പൂട്ടന് തൊട്ടിൽ കിടന്നിട്ട് മതിയാവുന്നേ ഇല്ല. നല്ല രസമുണ്ടായിരുന്നു ആടാനും ഒക്കെ ആയിട്ട്. അവനെന്തോ പോലെയായിരുന്നു തൊട്ടിൽ നിന്ന് എടുത്തപ്പോൾ. അവന് ശരിക്കും പറഞ്ഞാൽ തൊട്ടിൽ നിന്ന് ഉറങ്ങിയ ആ ഒരു സ്റ്റേജ് വരെ അവന് ഞാൻ ആട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ. അവനിപ്പോൾ തൊട്ടിലിൽ അങ്ങനെ കിടക്കാറില്ല. പക്ഷേ തൊട്ടിലിൽ കിടക്കേണ്ട പ്രായമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കളിയും ഭയങ്കര ഇതായിരുന്നു അവന്. അപ്പൂട്ടനെ ബൈക്കിൽ കയറിയ കുറച്ച് എത്തിയപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. മാവുങ്കാലാണ്. അവിടുന്ന് ഏട്ടനൊരു നാരങ്ങ വെള്ളവും ഞാൻ ദിൽഖുഷ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീമും കഴിച്ചു. കുഞ്ഞിനെ ഞാൻ കസേരയിൻ്റെ അടുത്ത് തന്നെയായിട്ട് കിടത്തി കേട്ടോ. അവന് നല്ല ഉറക്കമായിരുന്നു. അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ദിൽഖുഷിനും ലൈമിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാനും ഏട്ടനും എന്തൊക്കെയോ സംസാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൗണിലാണെങ്കിലും എവിടെയായാലും ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാർ ശ്രദ്ധിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ ഏട്ടന് എന്നോട് പറയും, ഒന്നും മിണ്ടാതിരിക്കോ. എന്താണെന്നറിയില്ല, ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ആൾക്കാരെ ശ്രദ്ധിക്കുമെന്നാണോ ചമ്മലായതുകൊണ്ടാണോ അങ്ങനെ കുറേ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ വളവളോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിർത്താനൊക്കെ പക്ഷേ നിർത്താൻ ഞാൻ നോക്കി. പക്ഷേ ഏട്ടനൊന്നും സംസാരിക്കാത്തതൊട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വെച്ചു. പിന്നെ നോക്കുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. കുഞ്ഞിനെയും ഇതാക്കൊണ്ടിരുന്നു. എവിടെയാണ് കുഞ്ഞിങ്ങനെ നോക്കുക, ഞാൻ എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ദിൽഖുഷ് എൻ്റെ മുമ്പിലെത്തി കേട്ടോ. അപ്പം ഞാനും ഏട്ടനും കുറച്ച് അതിനകത്ത് നിന്നെടുത്തു. അതുപോലെ തന്നെ ഞാനും അതുപോലെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് സലാഡ് എന്ന് പറയുമ്പോൾ ഐസ്ക്രീമൊക്കെ മിക്സ് ആക്കിയിട്ട് ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് തരുന്നതല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് അതിനകത്തുനിന്ന് എല്ലാം അലിഞ്ഞ് എല്ലാം ഒരുമിച്ച് ആയി. അങ്ങനെ ഞാനും ഏട്ടനും അത് കഴിച്ചു. ഏട്ടന് ലൈമ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞാനും അതിനകത്തുനിന്ന് ലൈമ് കുറച്ച് കുടിച്ചു കേട്ടോ.
അങ്ങനെ അതും കാലിയാക്കി ഞാനും ഏട്ടനും അപ്പവും കൂടിയിട്ട് പിന്നെ വീട്ടിലേക്ക് ബൈ ബൈ ടാറ്റ പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നാളെ. ബൈ ടാറ്റ.